ഇറാൻ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ ആക്രമിച്ചാൽ പ്രതീക്ഷിക്കാനാകാത്ത തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. ഏത് ആക്രമണം നേരിടാനും ഇസ്രായേൽ സജ്ജമെന്നും നെതന്യാഹു പറയുന്നു. പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച US സൈനിക നീക്കം സജീവമാക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, വലിയ മുന്നറിയിപ്പാണല്ലോ നെതന്യാഹു നൽകുന്നത്, എന്താണ് കരുതേണ്ടത്? അശ്വതി, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുന്നതിനിടയിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വരുന്നത്. നേരത്തെ ഇറാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ US തങ്ങളെ നേരിട്ട് ആക്രമിക്കില്ലെന്നും ഇസ്രായേൽ വഴിയായിരിക്കും ആക്രമണം, ഇസ്രായേലായിരിക്കും ആക്രമണം നടത്തുക എന്ന് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ പാർലമെന്റിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും, ഞങ്ങൾ അത്രയും സജ്ജമാണ്, ഏതൊരു ആക്രമണത്തെയും നേരിടാൻ ഇസ്രായേൽ സജ്ജമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ നടന്ന ഒരു യോഗത്തിൽ പറയുന്നത്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, നേരത്തെ തന്നെ നമുക്കറിയാം ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതും അതിനെ തുടർന്നുണ്ടായ പ്രത്യാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ഈ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഇസ്രായേൽ ഇറാൻ US ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെയാണ് US-ന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വ്യാഴാഴ്ച ജനീവയിൽ അടുത്ത ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് US അവരുടെ സൈനിക നീക്കങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നത്. കൂടുതൽ പടക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങളൊക്കെ പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കുകയും ഇറാന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ സന്ദേശങ്ങൾ ഇറാനിൽ തന്നെ പ്രചരിക്കുന്നതായൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാന് ശക്തമായൊരു താക്കീത് വന്നിരിക്കുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ ഏതു നിമിഷവും കനത്ത തിരിച്ചടി ഉണ്ടാകും, അത് ഇറാന് താങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നെതന്യാഹു ഇറാനോട് പറയുന്നത്. ശരി, അതാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് വരാനിരിക്കുന്ന ചർച്ചകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.